Hello friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ BSNL FTTHൻ്റെ ഒരു എന്താ പറയുക ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്ലാൻ ചേഞ്ച് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാമെന്നതാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 779 എന്ന് പറഞ്ഞാൽ ഭാരത് ഫൈബർ 300 എന്ന് പറഞ്ഞൊരു പ്ലാനാണ്. അതിൽ 300 GB പിന്നെ ഹോട്ട്സ്റ്റാറുമാണ് അതുള്ളതിൽ. അപ്പോൾ എനിക്കത് വലിയ ഹോട്ട്സ്റ്റാർ വലിയ യൂസ് തോന്നുന്നില്ല. പിന്നെ 300 GB മതിയാവേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ അത് നമ്മുടെ FUP കഴിഞ്ഞാലുള്ള 2 MB/s സ്പീഡിലാണ് ഓടുന്നത്. പക്ഷേ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഞാൻ സ്പീഡ് ടെസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലൈവായിട്ടൊന്നും മാറ്റാം. നമ്മുടെ BSNL സെൽഫ് കെയറിൽ പോയിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചാനലിലേക്ക് പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സെൽഫ് കെയറിന് ഞാൻ സെർച്ച് ചെയ്തു, അതൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറാം. സെൽഫ് കെയറിൻ്റെ സൈറ്റ് കുറച്ച് സ്ലോ ആണ്, ഓൾറെഡി സ്ലോ ആണ്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഫാസ്റ്റായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യം നല്ല സ്ലോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് പാസ്വേഡും ഇതൊക്കെ. ക്യാപ്ച ഒന്ന് അടിക്കാം. ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് എത്ര സ്പീഡ് ഉണ്ടായാലും ഒരു സാധനം ഇങ്ങനെ കുറച്ച് ദിവസം വലിയും. അതൊരു സൈറ്റിൻ്റെ സെർവറിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം. ഇതിൽ വ്യൂ പ്ലാൻ നമുക്ക് നടത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബിൽ അക്കൗണ്ടിൽ അമർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഉള്ളിൽ കയറും. അപ്പോൾ നമുക്ക് അക്കൗണ്ടിലേക്ക് കയറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ മാസത്തെ ബില്ല് ജനറേറ്റ് ആയിട്ടില്ല. എനിക്കെന്ന് വെച്ചാൽ ഡേറ്റ് വരെ ഒരു 6-7 ഡേറ്റിലാണ് വരിക. അപ്പോൾ ഒരു 5-ാം തീയതിക്ക് ആയിട്ട് ആ ബിൽ ജനറേറ്റ് ആവുള്ളൂ. ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു മാസം മുമ്പ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡിഫൈ സർവീസിൽ പോകും. അതിൽ ഫസ്റ്റ് തന്നെ ചേഞ്ച് ഓഫ് താരിഫ് പ്ലാൻ ഉണ്ട്. അതിന് മുമ്പ് നമുക്കിപ്പോൾ പ്ലാൻ സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ BSNL FTTH എന്ന് വെറുതെ സെർച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ വരും BSNL പോർട്ടൽ. അതിലേക്ക് കയറുക. അതിൽ സ്റ്റേറ്റ് നമുക്ക് കേരള കൊടുക്കാം. ഇതാ വന്നിട്ടുണ്ട് 449. അത് നമ്മുടെ പുതിയ പ്ലാൻ ഉണ്ടല്ലോ, അൺലിമിറ്റഡ്. അത് എനിക്ക് അവൈലബിൾ അല്ല. അല്ലെങ്കിൽ ഞാൻ 779ലേക്ക് മാറിയാണ്. അപ്പോൾ രക്ഷയില്ലേ ഞാൻ ചോദിച്ചപ്പോഴും ഇപ്പോൾ അറിയില്ല. അപ്പോൾ അവരെ BSNLൻ്റെ എക്സിക്യൂട്ടീവ്സും പറയണത് അറിയില്ല, എപ്പോഴാണ് വരികയെന്ന് അറിയില്ല എന്നൊക്കെയാണ് പറയണത്. അത് കാരണം അതിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ ഇപ്പോൾ ഇതായിരുന്നു കേട്ടോ. 779 50 MB/s 300 GB ആണ്. പിന്നെ ഇപ്പോൾ ഓടുന്നത് ഇപ്പോൾ ഈ സ്പീഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഓടുന്നത് 2 MB/s beyond 300 GB. പിന്നെ ഇതൊക്കെ അതിൽ ഹോട്ട്സ്റ്റാർ പ്രീമിയം ഉണ്ട്. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്ലാനിന്ന് ഇതിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിലേക്ക് അപ്പോൾ ഇതിൽ 500 GB ഉണ്ട്, 50 MB/s തന്നെയാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. ഈ ഹോട്ട്സ്റ്റാർ പ്രീമിയം ഇല്ല, ഒരു 200 GB എക്സ്ട്രയും വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മറ്റേ ഹോട്ട്സ്റ്റാർ കൊണ്ട് വലിയ ഉപയോഗമൊന്നും കാണാനില്ല. അപ്പോൾ ഇനി വേറെ വല്ലതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ വല്ലതൊക്കെ ആണെങ്കിൽ പ്രൈം അതൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം യൂസ് ഉണ്ടായിരുന്നു. വല്ല അതിൽ അത്യാവശ്യം ഫിലിമൊക്കെ വരുമല്ലോ. ഇതിലങ്ങനെ ഫിലിം റിലീസൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിൻ്റെ പേര് ഇതാണ് 500 GB CUL CS-C53. അത് നമുക്ക് നോട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ടെലിഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മുടെ ഈ പ്ലാൻ ഇപ്പോഴത്തെ പ്ലാൻ എക്സിസ്റ്റിംഗ് പ്ലാൻ നെയിം വന്നു. നെക്സ്റ്റ് അടിക്കുക. ലോഡിങ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ട് ഉള്ള ലോഡിങ് അല്ല കേട്ടോ. ഇത് ഒരു സൈറ്റിലുള്ള ലോഡിങ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫുൾ സ്പീഡിലിട്ടാലും ഇങ്ങനെ തന്നെയാണ് ലോഡിങ്. കുറച്ച് ടൈം എടുക്കും ഒരു സൈറ്റ്. ഇതിൻ്റെ ലോഡിങ് ഒന്ന് കഴിയട്ടെ. അപ്പോൾ നമുക്ക് എന്നിട്ട് തിരിച്ച് വരാം. നമുക്ക് അതപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കാണിക്കേണ്ടത് സെലക്റ്റഡ് ഓൾഡ് പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓൾഡ് പ്ലാൻ ID. അപ്പോൾ നമുക്ക് ഈ 5 15 ആക്കാം. ഇതൊക്കെയാണ് പ്ലാൻ. ഇപ്പോൾ അതിൽ ഇതിൽ 55 ഇതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് ആ പേര് നോക്കണം നമുക്ക്. അപ്പോൾ ഇതിലത് കാണാമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പേജിലേക്ക് പോകാം.
അതിൽ ഇവിടെ കാണുന്നുണ്ട് 70449 ഉണ്ട് 50 GB CUL CS C53 ഭാരത് ഫൈബർ. അത് തന്നെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. 100 GB CUL 100 GB CUL CS 353 അതാണ് ഇനി പ്ലാൻ വരുന്നത്. സ്പീഡ് അപ്പ് ടു 50 MB/s സെയിമാണ്. എന്താ അൺലിമിറ്റഡ് ഡാറ്റ ഒക്കെ സെയിമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മാറ്റാനുള്ള പ്ലാൻ. അത് സെലക്ട് ചെയ്തു. എൻ്റെ കയ്യിൽ മറ്റേ ഈ അൺലിമിറ്റഡ് പ്ലാൻ ഇപ്പോൾ ഇത് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഷോ ചെയ്താണ്. ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലാൻ. ഇത് എൻ്റെ ഇതായിരുന്നു ഭാരത് ഫൈബർ സൂപ്പർ സ്റ്റാർ 300. ഇവിടെ കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഡീഫോൾട്ട് സബ്സ്ക്രിപ്ഷൻ വിൽ ബി ഇൻ ദ മന്ത്ലി കമ്പോണൻറ്റ് ടു ചേഞ്ച് ടു ആനുവൽ. അത് ആനുവലി മാറ്റണമെങ്കിൽ നമുക്ക് BSNL കസ്റ്റമർ കെയറിൽ കൊണ്ടുവരും. മന്ത്ലി ആണെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ മാറ്റാം. അങ്ങനെയാണ് അവർ കാണിക്കുന്നത്. ഇതവിടെ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്തപ്പോൾ എന്തോ ഭാരത് ഫൈബർ ഫിക്സഡ് ആനുവൽ ചാർജ് വേണ്ടി വന്നിട്ടുണ്ട്. റെൻ്റൽ ഇത് ആനുവൽ ചാർജാണ് ഈ പ്ലാനിൻ്റെ. മന്ത്ലി ചാർജ് 779. ഇതാ ഫിക്സഡ് ബൈ ആനുവൽ ചാർജ് ആകുമ്പോൾ 18,000, ട്രൈ ആനുവൽ ആകുമ്പോൾ 27,000. അതുപോലെ ഹാഫ് ഇയർലി ചാർജ് ആകുമ്പോൾ 6 മാസത്തേക്കാണെങ്കിൽ 4,000. നമുക്ക് മന്ത്ലി ആണല്ലോ വേണ്ടത്. ആഡ് ദിസ് പ്ലാൻ ചെയ്യാം. ഇതവിടെ വന്നിട്ടുണ്ട്. ഈ പ്ലാൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. 500 GB നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. CUL CS 353 CS 353 500 GB CUL. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇതാ ഇവിടെ കാണിക്കുന്നത് പ്ലീസ് കൺഫേം യുവർ ഡീറ്റെയിൽസ് ആയിട്ട് ടെലിഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ന്യൂ പ്ലാൻ 500 GB CUL C53 ഭാരത് ഫൈബർ, ഓൾഡ് പ്ലാൻ ഭാരത് ഫൈബർ സൂപ്പർ. നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ലോഡിങ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് എന്താ കാണിക്കുന്നത് നോക്കാം. മിക്കതും ഇതിപ്പോൾ നെക്സ്റ്റ് മന്ത് ആയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണാൻ ഇവിടെ താഴെ 29/10. അപ്പോൾ 11-ാം മാസം തൊട്ട് ചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ 1-ാം തീയതി തൊട്ട് ചേഞ്ച് ചെയ്യുമോ, അത് ബിൽ ജനറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമെന്ന് വലിയ ഇതില്ല. ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. യുവർ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് യുവർ റിക്വസ്റ്റ് കൈൻഡ്ലി നോട്ട് യുവർ റിക്വസ്റ്റ് നമ്പർ ഫോർ ഫ്യൂച്ചർ ബി ഇൻഫോംഡ് ഓൺ SMS. SMS വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു SMS ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൾറെഡി. മെസ്സേജ് ഈ സാധനം തന്നെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. US സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. വേറെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഒരു കാണിക്കുന്നുണ്ട് യു വിൽ ബി ഇൻഫോംഡ് ഓൺ SMS ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് യുവർ റിക്വസ്റ്റ്. ഇപ്പോൾ അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ SMS വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പ്ലാൻ നിങ്ങളുടെ മറ്റേ അൺലിമിറ്റഡ് പ്ലാനിലേക്ക് നിങ്ങൾ എറണാകുളം ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം വഴി തന്നെ നമ്മുടെ മറ്റേ പ്ലാനിലേക്ക് അൺലിമിറ്റഡ് പ്ലാനിലേക്കും ചേഞ്ച് ചെയ്യാം. നിങ്ങളതിൽ ഷോ ചെയ്യും ആ പ്ലാൻ വന്നിട്ട് പ്രീമിയം അതുപോലെ വന്നിട്ട്. അപ്പോൾ ഇതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.